ഒരു റിയൽ സീക്വൻസ് എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഡിഫൈൻഡ് ഫ്രം ദ നാച്ചുറൽ നമ്പേഴ്സ് ടു എ സബ്സെറ്റ് ഓഫ് ദ റിയൽ നമ്പേഴ്സ്. അനാലിസിസിൽ ഒരു സീക്വൻസ് ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതിൻ്റെ ഡൊമൈൻ നാച്ചുറൽ നമ്പർ ആയിരിക്കും ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. സീക്വൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് എ എൻ എന്നുള്ള ഒരു കോമ്പാക്ട് ടൈം കൊണ്ടാണ്. ദിസ് എൻ ഡിനോട്ട് എനി നാച്ചുറൽ നമ്പർ. അപ്പോൾ നമ്മൾ ഇതിനെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ A1, A2, A3 അങ്ങനെ പ്രൊസീഡ് ചെയ്യും. ഇനി A1 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിലെ 1ൻ്റെ ഇമേജാണ്. അതായത് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടൈം 1ൻ്റെ ഇമേജും സീക്വൻസിലെ സെക്കൻഡ് ടൈം 2ൻ്റെ ഇമേജും അങ്ങനെ തേർഡ് ടൈം 3ൻ്റെ ഇമേജ്. സോ nth ടൈം എന്ന് പറയുന്നത് n-ൻ്റെ ഇമേജ് ആയിട്ട് വരും. അങ്ങനെയാണ് ഒരു റിയൽ സീക്വൻസ് അനാലിസിസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്കൊരു മോണോട്ടോണിക് സീക്വൻസ് എന്താണെന്ന് നോക്കാം. ഒരു മോണോട്ടോണിക് സീക്വൻസിൽ കോൺസ്റ്റന്റ് സീക്വൻസ് ഉണ്ട്, ഇൻക്രീസിങ് സീക്വൻസ് ഉണ്ട്, ഡിക്രീസിങ് സീക്വൻസ് ഉണ്ട്. ഇനി സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ്, അതേപോലെ സ്ട്രിക്ട്ലി ഡിക്രീസിങ് സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഈ 5 ടൈപ്പ് ഓഫ് സീക്വൻസസിനെയും നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്കൊരു കോൺസ്റ്റന്റ് സീക്വൻസ് എന്താണെന്ന് നോക്കാം. ഗിവൺ എ സീക്വൻസ്, നമുക്കൊരു സീക്വൻസ് തന്നിരിക്കുകയാണ്, സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇഫ് an+1 is equal to an for every n belongs to the natural numbers, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സീക്വൻസിനെ കോൺസ്റ്റന്റ് സീക്വൻസ് എന്ന് വിളിക്കാം. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ വളരെ ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. f of n to r such that f of n is equal to 3. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് 3,3,3 ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ത്രീസ്. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും ഇമേജ് 3 ആയിരിക്കും. 2ൻ്റെ ഇമേജ് 3 ആയിരിക്കും, 3ൻ്റെ ഇമേജ് 3 ആയിരിക്കും. ഏത് nth ടൈം എടുക്കുകയാണെങ്കിലും അതിൻ്റെ എല്ലാം ഇമേജ് 3 ആയിരിക്കും. ഇവിടെ f of n ഈക്വൽ ടു ഏത് റിയൽ നമ്പർ വേണേലും കൊടുക്കാം. k ബിലോങ്സ് ടു റിയൽ നമ്പർ. അതിന് 3 ആയാലും 4 ആയാലും പൈ ആയാലും e ആയാലും ഏത് നമ്പർ വേണേലും കൊടുക്കാം. ഒരു കോൺസ്റ്റന്റ് ടൈം ആയിരിക്കും ആ സീക്വൻസിലെ എല്ലാ എലമെൻസും. സോ അതിൻ്റെ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് ആകെ ഒരു ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇമേജ് എന്താണോ, ഏത് ടൈമിൻ്റെ ആണെങ്കിലും ഏത് ടൈമിൻ്റെ ഇമേജും ഈക്വൽ ആയതുകൊണ്ട് ഏതാണോ അതിൻ്റെ ഇമേജ് ആ ഒരു ഒറ്റ എലമെൻ്റ് ആയിരിക്കും ഈ റേഞ്ച് സെറ്റിലുള്ളത്. ഇനി നമുക്ക് ഇൻക്രീസിങ് ആൻഡ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഇൻക്രീസിങ് നോക്കാം. നമ്മളൊരു റിയൽ സീക്വൻസ് നമുക്ക് തന്നിരിക്കുന്ന റിയൽ സീക്വൻസ് ഗിവൺ an, നമ്മളതിനെപ്പോഴാണ് ഇൻക്രീസിങ് എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് an+1 is greater than or equal to an for every n belongs to the natural number. അതായത് ഇതൊരു സ്ട്രിക്റ്റ് ഇനിക്വാളിറ്റി അല്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻക്രീസിങ് എന്ന് പറയുന്നത്. സ്ട്രിക്റ്റ് ഇനിക്വാളിറ്റി ആയിരുന്നെങ്കിൽ ഇതിനെ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് സീക്വൻസ് 1,1, 2,2, 3,3. ഈ സീക്വൻസസിനൊക്കെ നമുക്ക് ഇൻക്രീസിങ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇൻക്രീസിങ് സീക്വൻസിൻ്റെ നോഷൻ വന്നിരിക്കുന്നത്. വേറെയും സീക്വൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. 4, 5, 7, 7, 7 അങ്ങനെ ഒരുപാട് 7 കഴിഞ്ഞ് പിന്നെയും ഇൻക്രീസിങ് 8, 9. സോ ഇങ്ങനത്തെ സീക്വൻസസിനൊക്കെ നമുക്ക് ഇൻക്രീസിങ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതേസമയം സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട് bn, അതിനെ നമ്മൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയും ഇഫ് bn+1 is strictly greater than bn for every n belongs to n. ഈ സീക്വൻസസ് ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ b1 is strictly less than b2 is strictly less than b3, bn strictly less than bn+1. ഇവിടെ 1ൻ്റെ ഇമേജ് 2ൻ്റെ ഇമേജിനേക്കാൾ ലെസർ ആയിരിക്കും, 2ൻ്റെ ഇമേജ് 3ൻ്റെ ഇമേജിനേക്കാൾ ലെസർ ആയിരിക്കും, nth നമ്പറിൻ്റെ ഇമേജ് n+1th നമ്പറിൻ്റെ ഇമേജിനേക്കാൾ കുറവായിരിക്കും. സോ അതാണ് ഒരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ്. അതുപോലെ ഡിക്രീസിങ് ആൻഡ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങും സെയിം ലോജിക് തന്നെ. ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സീക്വൻസ് ഉണ്ട്, ഡിക്രീസിങ് സീക്വൻസ് ലെറ്റ് ഇറ്റ് ബി ഡിനോട്ടഡ് ബൈ an. ഡിക്രീസിങ് ആണ് നമ്മളിപ്പോൾ പറയും an+1 ഈസ്
lesser than or equal to an plus 1 is lesser than or equal to an for every n belongs to the natural numbers. ഇവിടെ a1 greater than or equal to a2, greater than or equal to a3, greater than or equal to a4, അങ്ങനെ പോകുന്നു. nth ടേം might be greater than or equal to an plus 1. ഇതാണ് ഒരു ഡിക്രീസിങ് സീക്വൻസ്. ഇനി ഇതൊരു സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി ആയിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ an plus 1 ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ an ഫോർ എവറി n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സ്ട്രിക്ട്ലി ഡിക്രീസിങ് സീക്വൻസ് ആയി. സോ നമ്മുടെ ഡെഫിനേഷൻസ് വെച്ച് ഒരു കോൺസ്റ്റന്റ് സീക്വൻസ് സൈമൾട്ടേനിയസ്ലി ഡിക്രീസിങ് സീക്വൻസ് ആണ്, അതേപോലെ ഇൻക്രീസിങ്ങും ആണ്. എന്നാൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങോ സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങോ സീക്വൻസ് അല്ല. ഡിക്രീസിങ് സീക്വൻസിന്റെ കണ്ടീഷൻ എന്ന് നമുക്കറിയാം an plus 1 ലെസ്സർ ദാൻ ഓർ ഈക്വൽ ടു an. ഇൻക്രീസിങ്ങിന്റെ കണ്ടീഷൻ an plus 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു an. കോൺസ്റ്റന്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഒരേ റിയൽ നമ്പർ തന്നെ ആയിരിക്കും എല്ലാ നാച്ചുറൽ നമ്പേഴ്സിലെ എലമെന്റ്സിന്റെയും ഇമേജ്. സോ കൺസിഡർ എ സീക്വൻസ് ഡിഫൈൻഡ് ബൈ f of n is equal to k for some k belongs to R. അങ്ങനെയാണെങ്കിൽ k is lesser than or equal to k, ട്രൂ ആണ്. k is greater than or equal to k, which is also true. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആകുന്നത്. അതേസമയം കോൺസ്റ്റന്റ് സീക്വൻസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങും അല്ല. സോ ഒരു സീക്വൻസ് മോണോട്ടോണിക് ആണോ അല്ലെങ്കിൽ നോക്കാൻ നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് എന്താണെന്ന് നോക്കാം. ഇതൊരു സിമ്പിൾ സീക്വൻസ് ആണെങ്കിൽ, ഒരു സ്ട്രേറ്റ് ഫോർവേഡ് സീക്വൻസ് ആണ് എങ്കിൽ നമുക്കതിൻ്റെ an plus 1 മൈനസ് an കാൽക്കുലേറ്റ് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണ്, നമുക്ക് ടൈം ചെയ്യാം. ഓർ ഇഫ് an plus 1 മൈനസ് an ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അത് ഡിക്രീസ് ആണെന്നും കാറ്റഗറൈസ് ചെയ്യാം. ഇത് ഇപ്പോഴും നടക്കുന്ന സ്ട്രാറ്റജി അല്ല, ബട്ട് മോസ്റ്റ്ലി കുറേ കേസസിൽ ഇത് നടക്കും. നമുക്കിത് മാത്രം നോക്കിയാൽ മതി. അഫ്കോഴ്സ് ഇത് ഫോർ എവറി n ഷുഡ് സാറ്റിസ്ഫൈ. നമുക്ക് എന്തായാലും എവറി n പോയി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനൊന്നും കഴിയില്ല. ഫസ്റ്റ് ഫ്യൂ ടൈംസ് എടുത്തിട്ട് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. സോ ഇതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സെക്കൻഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് an ഒരു പോസിറ്റീവ് സീക്വൻസ് ആണ്, മീനിങ് ഓൾ ടേംസ് ആർ പോസിറ്റീവ്. അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മുടെ ഈ an സീക്വൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സ്ട്രാറ്റജി യൂസ് ചെയ്യാം. an plus 1 ഡിവൈഡഡ് ബൈ an കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 we can satisfy, greater than or equal to 1 we can satisfy, can term, if it is greater than or equal to 1 we can term it as increasing. അതേപോലെ an plus 1 divided by n is less than or equal to 1 ആണെന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ we could say it is decreasing. അപ്പോൾ ഞാൻ രണ്ട് സ്ട്രാറ്റജി പറഞ്ഞു തന്നു. ഇത് എവിടേക്ക് യൂസ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞില്ല. ഈ രണ്ട് സ്ട്രാറ്റജിയും വളരെ കെയർഫുൾ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്ട്രാറ്റജി വളരെ സിമ്പിൾ ആയിട്ടുള്ള സീക്വൻസസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ അതിന് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും ആ ഒരു സ്ട്രാറ്റജി വളരെ സിമ്പിൾ ആയിട്ടുള്ള സീക്വൻസസിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദിസ് സീക്വൻസ് 10 raised to n by n factorial. ഇങ്ങനൊരു സീക്വൻസ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് കുറച്ച് ടേംസ്, ഫസ്റ്റ് ഫ്യൂ ടേംസ് നോക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഡിക്രീസിങ് അല്ല എന്ന് ഉറപ്പിക്കാം. ഒരു ഡിക്രീസിങ് സീക്വൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾസോ കോൺസ്റ്റന്റ് സീക്വൻസ് ആയിട്ടും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് അല്ലേ എന്ന് ചോദിക്കാം. എന്നാലല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലോട്ട് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം വളരെ ഹംബിൾ ബിഗിനിങ്സ് ആണ്, സെക്കൻഡ് ടൈം കുറച്ചുകൂടി ഉയർന്നു, തേർഡ് ടൈം കുറച്ചുകൂടി ഉയർന്നു, ഫോർത്ത് ടൈം ഇങ്ങനെ ഉയർന്ന് പോയി പറന്ന് 10 എത്തി, പിന്നെ അടിയിലേക്കാണ് ഫുള്ള് താഴേക്ക് വരുന്നു. അപ്പോൾ ഫസ്റ്റ് ഫ്യൂ ടൈംസ് മാത്രം നോക്കിയാൽ ഒരു സീക്വൻസിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എങ്ങനെ പോയാലും അപ്പോൾ ഇത് നമ്മുടെ മോണോട്ടോണിക് സീക്വൻസ് അല്ലാന്ന് മനസ്സിലായി. കാരണം മോണോട്ടോണിക് സീക്വൻസിൽ എല്ലാ ടൈംസും ഒരേ ബിഹേവിയർ ഫോളോ ചെയ്യണം. ഇൻക്രീസിങ് ആണെങ്കിൽ ഒന്നേന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ട് ഫുൾ ഇൻക്രീസിങ് ആയിരിക്കണം. ഡിക്രീസിങ് ആണെങ്കിൽ ഒന്നേന്ന് തുടങ്ങി ഫുൾ അങ്ങോട്ട് ഡിക്രീസിങ് ആയിരിക്കണം. പക്ഷേ ഇവിടെ ഒന്നേന്ന് തുടങ്ങി ഫസ്റ്റ് ഒന്ന് ഇൻക്രീസ് ആയി, പിന്നെ ഒന്ന് പൊങ്ങി മുകളിലെത്തി, പിന്നെ താഴേക്കാണ് പോകുന്നത്.
അങ്ങനെയായാൽ നമുക്ക് അതൊരു മോണോട്ടോണിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സീക്വൻസിൽ നമ്മുടെ സെക്കൻഡ് സ്ട്രാറ്റജി ഒന്ന് അപ്ലൈ ആണെങ്കിൽ ഏത് an+1/an അതെങ്ങനെയാണെന്ന് നോക്കിയാൽ 10n+1/n+1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10n/n ഫാക്ടോറിയൽ. For every n greater than or equal to 9, 10/n+1 is lesser than or equal to 1. 9 ആണെങ്കിൽ 10/10 1 ആണ്. ഇനി n ഈക്വൽ ടു 10 ആയാൽ 10/11 വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അടുത്ത ടൈം എന്ന് പറയുന്നത് 11 10/12 ആവും, അങ്ങനെ 10/13 ആവും, അങ്ങനെ പോയിട്ടേ. അപ്പോൾ ഫോർ എവ്രി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ഞാൻ ഇവിടെ എഴുതാം. ഫോർ എവ്രി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9, 10n/n ഫാക്ടോറിയൽ ഈസ് ആക്ച്വലി ലെസർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ഈ സീക്വൻസിന് എന്ത് പറയും? സോ നമ്മൾ കണ്ടു 10n/n ഫാക്ടോറിയൽ ഈസ് ആക്ച്വലി ലെസർ ദാൻ ഓർ ഈക്വൽ ടു n ഫോർ എവ്രി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9. ആഫ്റ്റർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം പർട്ടിക്കുലർ k ബിലോങ്സ് ടു സം നാച്ചുറൽ നമ്പർ, നമ്മുടെ കയ്യിലിരിക്കുന്ന സീക്വൻസ് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണ്, ദറ്റ് വിൽ ബി ഡിനോട്ടഡ് ബൈ p. ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന സീക്വൻസ് ഇവഞ്ച്വലി ദിസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മൾ പറയും സീക്വൻസ് an ഹാസ് p ഇവഞ്ച്വലി, അല്ലെങ്കിൽ ഇവഞ്ച്വലി an ഹാസ് p എന്നും പറയാം. പിന്നെ നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സീക്വൻസ് ഇപ്പോൾ തുടക്കത്തിൽ ഇത് ഇൻക്രീസിങ് ആയിരുന്നു, പിന്നീട് ഡിക്രീസിങ് ആയി, പിന്നീട് എല്ലാ നമ്പേഴ്സിനും ഡിക്രീസിങ് ആണ്, പിന്നെ അതിൻ്റെ ബിഹേവിയർ സ്റ്റഡി ആണ്. ബട്ട് സ്റ്റിൽ മോണോട്ടോണിക് അല്ല. മോണോട്ടോണിക് ആവുന്നതിൻ്റെ കണ്ടീഷൻസ് വേറെയാണ്, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. മോണോട്ടോണിക് അല്ല, ബട്ട് ആഫ്റ്റർ എ സർട്ടൻ നമ്പർ അതിൻ്റെ ബിഹേവിയർ സ്റ്റഡി ആണ്. നമുക്ക് വേണമെങ്കിൽ വേറൊരു സീക്വൻസ് എടുക്കാം, n² എന്ന് പറയുന്നൊരു സീക്വൻസ് എടുക്കാം. ഇറ്റ് ഓൾസോ ഹാസ് എ പ്രോപ്പർട്ടി ഇവഞ്ച്വലി, which is n² is greater than or equal to 100 for every n greater than or equal to 10. 10ന് ശേഷമുള്ള ഏത് നാച്ചുറൽ നമ്പർ വേണമെങ്കിലും എടുത്തോ അതിൻ്റെ സ്ക്വയർ 100-നേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. ഇതുപോലെ നമുക്ക് വേറെ ഏത് സീക്വൻസിനും ഇവഞ്ച്വലി സം പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു നോഷൻ, ഈ ഒരു ഐഡിയ സീക്വൻസ് ആൻഡ് സീരീസിൽ അല്ലെങ്കിൽ റിയൽ സീക്വൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളൂ.